വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചിയിലെ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മാൻഗ്രൂവ് ഹെറിറ്റേജ് ഹോമാണ്. പെരിയാറിൻ്റെ പ്രകൃതി സൗന്ദര്യം അനുഭവിച്ചറിയാൻ പരമ്പരാഗതമായ രീതിയിൽ പണിതീർത്ത ഒരു മനോഹരമായ റിസോർട്ട്. ചൈന്ദമംഗലത്തുള്ള മാൻഗ്രൂവ് ഹെറിറ്റേജ് ഹോം ഒരു പൈതൃക സ്മാരകമാണ്. കേരളത്തിൻ്റെ പാരമ്പര്യവും പ്രകൃതിയും ഒരുമിക്കുന്ന മനോഹരമായ ഈ സ്ഥലം നിങ്ങൾക്ക് വളരെയധികം സമാധാനം നൽകും. തികച്ചും പ്രകൃതിദത്തമായ പരിസരവും പഴയകാല രീതിയിൽ നിർമ്മിച്ച വീടുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രി പോയിൻറ്റ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് രണ്ട് ഏരിയ ഉണ്ട്. ഇവർക്ക് ലെഫ്റ്റാണ് നമ്മളുടെ കായലിന് ഫേസ് ചെയ്യുന്ന ഏരിയ, റൈറ്റിലാണ് സ്റ്റേ ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉള്ളൊരു പഴയ മോഡൽ ബിൽഡിംഗ് അവർ പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാറിനൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ മുമ്പിൽ തന്നെ കാറ് പാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു ബിൽഡിങ്ങും കൂടെ വരും. അവിടെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള അമ്യൂണിറ്റീസൊക്കെ ഉണ്ടാവും. അല്ലാത്തവർ കുറച്ച് ഇവർക്ക് തന്നെ വേറെ പാർക്കിംഗ് സ്പോട്ടും ഉണ്ട്. അവിടെ ടെമ്പോ അങ്ങനെയുള്ള വണ്ടികളും കാറുകളും ബാക്കി എല്ലാ വണ്ടികളും സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന മാൻഷനിലേക്കുള്ള എൻട്രി. ചുറ്റും ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഇവർ ആവശ്യത്തിന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എൻ്റെ കസിൻ CA പാസ്സായതിൻ്റെ ഒരു ട്രീറ്റ് പോലെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെയാണ് അവർ ഹോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പഴയ ഒരു വീടിൻ്റെ ആ ഒരു ശൈലിയിലുള്ള നല്ലൊരു സിറ്റ് ഔട്ടും പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയ അങ്ങനെയെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് പോരാതെ താഴത്തെ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, മുകളിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റപ്പ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ മോഡൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റേ ഏരിയാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. ഒരു ഡൈനിങ് ഏരിയ, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, ഞാൻ പറഞ്ഞ പോലെ ഫാനും AC-യും ആവശ്യത്തിന് പ്ലഗ് പോയിൻറ്റും സ്റ്റോറേജ് ഏരിയയും കൂടി സെറ്റ് ചെയ്തേക്കുന്ന 2 ഇനഫ് സ്പേസ് ഉള്ള ബെഡ്റൂംസ് താഴെയുണ്ട്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം മുകളിലുണ്ട്. 2 ബെഡ്റൂമും താഴത്തെ ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കും. ഒരെണ്ണത്തിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തോളൂ, മറ്റേത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബട്ട് ഇതേ മോഡൽ തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഒരു മോഡ്യുലാർ കിച്ചൺ ഉണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു സ്റ്റേക്കേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഇവിടെയുണ്ട്. നമുക്ക് തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അതെല്ലാം നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ഇവരുടേതായ ഫുഡില്ല, ബട്ട് ഇവർ അറേഞ്ച് ചെയ്ത് നമുക്ക് തരും. ഇതാണ് മുകളിലേക്ക് ഉള്ള വഴി. മുകളിലൊരു ബെഡ്റൂമാണ്. ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ബെഡ്റൂമാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പഴയ വീടുകൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, അതുപോലെയുള്ള ജനാലകളും എന്നാൽ മോഡേൺ കൺവീനിയൻസിനനുസരിച്ചുള്ള ബെഡും, ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം ഇവിടെ അവർ ഒന്നിനും ഒരു കുറവ് അവർ ആക്ച്വലി വരുത്തിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് വാഷ്റൂം. ഷവർ ഏരിയയും കൊമോഡ് ഏരിയയും സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ. പിന്നെ ഇതാണ് ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ. എണ്ണത്തോണി, ഒരു സ്റ്റീം ബാത്തും ഇവരിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കറൻ്റ്ലി ഓപ്പറേഷണൽ അല്ല, ബട്ട് ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനവും ആരംഭിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് സുഖമായിട്ടിരുന്ന് കാറ്റൊക്കെ കൊള്ളാം, ഇരുന്ന് വർത്താനം പറയാം. നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ കിടന്ന് എണ്ണത്തോണിയിലൊരു മസാജോ സ്റ്റീം ബാത്തോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനും
എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒറ്റയ്ക്ക് നമുക്കൊരു സെറീൻ പീസാണ് ആവശ്യമെങ്കിൽ അതും കിട്ടുന്ന രീതി തന്നെ ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെറസ് ഏരിയ. സ്റ്റെപ്പൊക്കെ ആണെങ്കിലും ഇറങ്ങാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പുകളൊന്നും അല്ല. ഞാൻ ഈവൻ 9 month പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന എനിക്ക് പോലും ഭയങ്കര എളുപ്പത്തിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ സ്റ്റെപ്പുകളും മുകളിലേക്കും താഴത്തേക്കും ഉള്ളതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ വാട്ടർ വ്യൂ ആണ്. അവിടെ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുക, ഒരു ചെറിയ ഹോള് പോലെ ഒരു സെലിബ്രേഷൻ ഹോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് അവർ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കാണുന്നത് റൈറ്റ് സൈഡ് ഏരിയയുടെ തന്നെ പാർക്കിംഗ് ഏരിയ. ഇവിടെ ആ കാർസ് പാർക്ക് ചെയ്തേക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ബിൽഡിംഗ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്കൻഡ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏരിയ ആണ്. കണ്ടോ, അവിടെ ഒരു പാർട്ടി ഹാള് പോലെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മഴ പെയ്താൽ പോലും നമ്മുടെ ഫങ്ഷനൊന്നും കൊളാവില്ല, നമുക്ക് സുഖമായിട്ട് അവിടെ അത് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഒരു മരത്തിനൊരു തറ, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കുഞ്ഞി ഹട്ട് പോലെ, ഒരു ട്രീ ടോപ്പ് പോലെ ഒരു ഹട്ട് പോലെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സ്റ്റേ നമുക്ക് പോസിബിൾ ആണ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള എന്ന എല്ലാ അമ്യൂണിറ്റീസും ആവശ്യത്തിനുള്ളത് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് വൈഫൈ. ഇതാണ് അതിൻ്റെ വ്യൂ. ഇതാണ് വാട്ടർ ഫേസിങ് സൈഡ്. പിന്നെ ഇവിടുത്തെ തന്നെ മീൻകെട്ടാണ് കാണുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ചില്ല് ചെയ്യാൻ, മീൻ പിടിക്കാനൊക്കെ പറ്റും. ഇരുട്ടും തോറും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പെരിയാറാണ് കാണുന്നത്. ഇത് അതുപോലെ തന്നെ ഇവരൊരു പിൻട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പ്ലേസ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമുക്കിരുന്ന് കാർഡ്സ് കളിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് കൂടാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ പോലെ. അതിന് തന്നെ ഒരു കുഞ്ഞു സിറ്റ് ഔട്ട് പോലെയുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാം. വെറുതെ നിന്നിങ്ങനെ പുഴ കണ്ട് ഇരിക്കാം. ചൂടൊന്നും ഒട്ടുമില്ല. നമ്മളൊരു ഈവനിങ് ആയിട്ടാണ് എത്തിയത്. ഈവൻ ദെൻ പറവൂർ ഏരിയയൊക്കെ പൊതുവേ ചൂടാണ്, പക്ഷേ ഇവിടെ അത്ര ചൂടൊന്നുമില്ല. കണ്ടോ, വേണമെങ്കിൽ ചക്ക വേരുമേം കായ്ക്കുന്ന കണ്ടോ. രാത്രി ആവുന്നതോറും റിസോർട്ടിൻ്റെയും ഏരിയയുടെയും ഭംഗി കൂടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ ആക്ച്വലി സ്റ്റേ ഉണ്ടായിരുന്നില്ല. ഇവൻറ്റ് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിരിയാണ് ചെയ്തത്. ബട്ട് എല്ലാവർക്കും ഇനി ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരണം എന്നുള്ളൊരു ഒപ്പീനിയനായിരുന്നു ഇവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ. എറണാകുളം ജില്ലയിലുള്ളവർ ഈ റിസോർട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ നോക്കുക. റിവ്യൂസൊക്കെ ആണെങ്കിലും നല്ല റിവ്യൂസ് ഉണ്ട് റിസോർട്ടിന്. ഇവരുടെ വെബ്സൈറ്റ് നമ്മൾ ടാഗ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. അഫോർഡബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സ്റ്റേ, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല ക്ലീൻലിനെസ് ഉള്ളൊരു സ്റ്റേ വിത്ത് ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഗ്യാരണ്ടീഡ്. താങ്ക് യു.